സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ഉയർപ്പ് നമ്മൾ ഇന്ന് ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഇന്നത്തെ വായനകളിൽ അതാണ് നമ്മൾ കേൾക്കുന്നത്. മരിച്ചവരിൽ നിന്നും ഉയർക്കുക. പലപ്പോഴും നമ്മൾ ചോദിക്കും, അത് ബുദ്ധിയുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഇന്നത്തെ ലോകത്തിൽ അത് ചേരുന്നതാണോ? സത്യത്തിൽ എല്ലാ മതങ്ങളും മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ്. മിക്കവാറും എല്ലാ മതങ്ങളും തന്നെ. ഒന്നുകിൽ ഉത്ഥാനം, അല്ലെങ്കിൽ പുനർജനനം. വളരെ ചുരുക്കം ചില വിശ്വാസങ്ങൾ മാത്രമേ ഇതിന് എതിരായിട്ടുള്ളൂ. യേശുവിൻ്റെ കാലത്തും യേശുവിൻ്റെ നാട്ടിലും ഈ മരണത്തിനു ശേഷമുള്ള ഉത്ഥാനത്തെപ്പറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താഗതികളായിരുന്നു. ഫരിസേയർ ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. സദുക്കായർ അങ്ങനെ ആയിരുന്നില്ല. ഇന്നത്തെ ഈ ലോകത്തിലും ഈ ഒരു വിശ്വാസം, ഈ ഒരു ചിന്ത അത്ര എളുപ്പമുള്ള ഒന്നല്ല. പലരും സഭാ ജീവിതത്തിൽ, വിശ്വാസത്തിൽ അത്ര ആഴത്തിൽ പോകാത്തവരാണ്. എങ്കിലും പല മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യമാണ്, അവർക്ക് എന്തൊക്കെയോ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇവരെ വീണ്ടും കാണുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ ഈ ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. അത് ഇവർക്ക് ഒരു ശക്തി നൽകുകയാണ്. ജീവിതം അർത്ഥം ഇല്ലാത്തതല്ല, മരണം അർത്ഥമില്ലാത്തതല്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിലും അതുതന്നെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കുരിശും മരണവും ജീവിതവും ഒന്നും അർത്ഥം ഇല്ലാത്തതല്ല. ദൈവം ആദിയിൽ ഒന്നും അല്ലാതിരുന്ന ഈ പ്രപഞ്ചത്തിന് രൂപം നൽകിയതുപോലെ, ജീവൻ നൽകിയതുപോലെ, പ്രകാശം നൽകിയതുപോലെ നമ്മുടെ ജീവിതങ്ങൾക്കും മരണശേഷമുള്ള ജീവിതങ്ങൾക്കും പ്രകാശവും ജീവിതവും നൽകും. മരണമെന്നുള്ളത് പലപ്പോഴും നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കാം. നമ്മളിൽ പലപ്പോഴും നിരാശയും സങ്കടവുമൊക്കെ ഉളവാക്കാം. അത് നമ്മുടെ സ്വന്തപ്പെട്ടവർ മാത്രം മരിക്കുമ്പോഴല്ല, ഒരു അപകടമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ദൈവം എന്തുകൊണ്ടാണത് അങ്ങനെ അനുവദിച്ചത്? അതെ, ഇങ്ങനെ ചോദ്യങ്ങളിൽ, സംശയങ്ങളിൽ നമ്മൾ എത്താറുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ മനുഷ്യരും ഇങ്ങനെ ഉത്തരമില്ലാതെ അലഞ്ഞവരാണ്. യേശുവിൻ്റെ കല്ലറയിലേക്ക് അതിരാവിലെ അവൻ്റെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനായിട്ട് വന്ന സ്ത്രീകൾ, അവർ കാണുന്നത് യേശുവില്ലാത്ത ഒരു കല്ലറയാണ്. പത്രോസും വന്നു ചേരുന്നത് ഈ യേശു ഇല്ലാത്ത കല്ലറയിലാണ്. അതാണ് പത്രോസ് കാണുന്നത്. പക്ഷേ ഇവർക്കൊക്കെ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പ്രതീക്ഷയാണ് പത്രോസിനെയും കൂട്ടരെയും ശക്തരാക്കുന്നത്. ക്രിസ്തു ജീവിക്കുന്നു, തങ്ങളുടെ ഗുരു ജീവിക്കുന്നു എന്നുള്ള സത്യം, ആ പ്രത്യാശ. സ്നേഹമുള്ളവരെ, നമ്മളും ഇന്നത്തെ കാലത്ത് ഒത്തിരി ചോദ്യങ്ങളുടെ, ഒത്തിരി സംശയങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒക്കെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള പല ചോദ്യങ്ങളും, പല നിലപാടുകളും അത് മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും നമ്മുടെ സമൂഹങ്ങളിൽ ഒത്തിരി അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പല മനുഷ്യർക്കും ദൈവത്തെ ഇന്ന് ആവശ്യമില്ല. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാത്ത ഒരു ആളാണ്. നമ്മൾ ഇപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട്. എത്ര പേര് ഈ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ, സ്വന്തം ജീവിത ഉത്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. ഇങ്ങനെയുള്ള സംശയങ്ങളുടെ ഇരുളിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്നേഹമുള്ളവരെ, നമുക്ക്
പ്രത്യാശ വളരെ അത്യാവശ്യമുള്ള ഒന്ന്. അത് ദൈവത്തിൽ വിശ്വസിക്കുവാൻ, പരസ്പരം വിശ്വസിക്കുവാനായിട്ട് നമ്മളെ ശക്തരാക്കുകയാണ്. അത് പത്രോസിനെ പോലെ മറ്റ് ശിഷ്യരെ പോലെ കാണാത്ത ദൈവത്തിലും വിശ്വസിക്കുവാനായിട്ടുള്ള ശക്തി നൽകുകയാണ്. അതെ, വിശ്വാസം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ പ്രത്യാശയിൽ ഇങ്ങനെ അത്ഭുതപ്പെടുന്ന മനുഷ്യരാകുവാനായിട്ട് അറിവും തെളിവുകളുമല്ല അവിടെ ആവശ്യം. സ്നേഹമുള്ളവരെ, ഉദ്ധാനത്തിൻ്റെ ഈ തിരുനാൾ നമ്മോട് പറയുന്നു, ഭയവും നിരാശയുമല്ല, മറിച്ച് പ്രത്യാശയും സ്നേഹവുമാണ് വിജയിക്കുന്നത്. ആ ദൈവം നമ്മോടൊപ്പമുണ്ട്, ജീവനുള്ളവനായിട്ട്, ജീവിക്കുന്നവനായിട്ട്. സ്നേഹമുള്ളവരെ, അവനോടൊപ്പം നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താം. സഭയെന്ന നിലയിൽ, വ്യക്തികളെന്ന നിലയിൽ മറ്റുള്ളവരെ ഈ പ്രത്യാശയിലേക്ക്, ഈ പ്രകാശത്തിലേക്ക്, ഈ ജീവൻ്റെ ഉറവയിലേക്ക് നമുക്ക് നയിക്കാം. പരസ്പരം സ്നേഹവും അനുകമ്പയും ഉള്ളവരായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നമ്മുടെ ലോകത്തിന് ഒരു ജീവൻ്റെ, നന്മയുടെ, പ്രത്യാശയുടെ മുഖം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഉദ്ധിതനായ ജീവനുള്ള ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.